എഴുന്നേറ്റ് നിന്ന് വീഡിയോ ആയിട്ട് കുറേ അധികം നാളെ, അതാണ് ഒരു ചെറിയ സ്റ്റാർട്ടിംഗ് ട്രിപ്പിൾ. എനിവേ 12 ജൂലൈ 2022 ലോകം ഞെട്ടി കിടുങ്ങി ഉറച്ച ഒരു ദിവസം. യെസ്, നത്തിങ് ഫോൺ 1 ലോഞ്ച് ചെയ്ത ദിവസം. എന്തിനാ ബ്രോ ചുമ്മാ തള്ളുന്നത്? നത്തിങ്ങിന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് വീഡിയോ ചെയ്യുമല്ലോ. അല്ല, ഇങ്ങനത്തെ കമന്റ് എന്തായാലും വരും. അപ്പോൾ പിന്നെ എന്നാ ചുമ്മാ കടകട്ടെ അങ്ങോട്ട്, കാശ് കിട്ടിയില്ലെങ്കിലും വെറുതെ കമന്റ് ഇടുന്ന ആളെ വിഷമിപ്പിക്കേണ്ട. ജൂലൈ 11, 2023 നമ്മുടെ നത്തിങ് ഫോൺ 2 ലോഞ്ച്. നത്തിങ് ഫോൺ 2യുടെ വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തില്ല. അല്ലെ, നത്തിങ് ഫോൺ 1ന്റെയോ റിവ്യൂ കിട്ടിയില്ല, നത്തിങ് ഫോൺ 2 കിട്ടിയില്ല. അല്ല, ഉള്ള കാര്യം പറയും, നത്തിങ് ഫോൺ 1 ഇറങ്ങിയപ്പോൾ നല്ല ഹൈപ്പ് ഉണ്ടായി. ബട്ട് നത്തിങ് ഫോൺ 2 ഇറങ്ങിയപ്പോൾ അത്ര ഹൈപ്പ് ഉണ്ടായില്ല. പ്ലസ് ഞാൻ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി കാശ് സേവ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് കൊണ്ട് ഞാനത് വാങ്ങിയില്ല, റിവ്യൂ ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇത് അടുത്ത ജൂലൈ എത്തി. ജൂലൈ 2024 നത്തിങ് ഫോൺ 3 വരില്ല. ഇല്ല, ഞാൻ പറഞ്ഞല്ല, കാൾപ്പ എന്നെ പറഞ്ഞു നത്തിങ് ഫോൺ 3 ഇപ്പൊ ഒന്നും എത്തില്ല, 2025 വരുള്ളൂ എന്ന്. വേറെ ഒന്നല്ല, മറ്റു കമ്പനീസൊക്കെ ഇപ്പൊ ഇങ്ങനെ വാരി വെതറി എറിഞ്ഞുകൊണ്ടിരിക്കുന്ന AI ചുമ്മാ പറച്ചിലിന് മാത്രമല്ല പ്രവൃത്തിയിലും കൊണ്ടുവരുമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് 1 വർഷം സമയമെടുത്ത് റിസർച്ച് നടത്തി നല്ല AI ഉള്ള ഫോൺ ഇറക്കാം എന്നുള്ള പ്ലാനിലായതുകൊണ്ട് ധൃതി പിടിച്ചിറക്കുന്നില്ല എന്നാണ് കാൾപ്പ പറഞ്ഞത്. അല്ലേ, എന്നും പറഞ്ഞ് കച്ചവടം നിർത്തി പോകാനൊന്നും പറ്റില്ലല്ലോ. അല്ല, ഞാനും ആലോചിച്ചു 1 വർഷത്തിന്റെ ഗ്യാപ്പ് എടുത്ത് കഴിഞ്ഞാൽ കാശ് കിട്ടണ്ടേ റിസർച്ചൊക്കെ നടത്തും. ഈ നത്തിങ് ഫോണുകളുടെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാലേ അതിന്റെ പ്രൈസ്. പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു, ഒരുവിധം സത്യമാണ്. അതായത് നമ്മളൊരു 30,000 രൂപ 25,000 രൂപയൊക്കെ മുടക്കി നമ്മൾ നത്തിങ് ഫോൺ മേടിക്കുമ്പോൾ എന്തോ ഒരു ടോപ്പ് ആൻഡ് ഹൈ എൻഡ് സ്പെസിഫിക്കേഷൻസ് ഒന്നും കിട്ടുന്നില്ല. പ്ലസ് ഒരു ബഡ്ജറ്റ് സെഗ്മെന്റ് നോക്കുന്നവർക്ക് നത്തിങ് ഫോൺ ഒരു റീച്ചബിൾ അല്ല. സോ നിങ്ങൾക്കൊരു 10-15 രൂപയ്ക്കുള്ളിൽ ഒരു നത്തിങ് ഫോൺ മേടിക്കാനായിട്ട് പറ്റിയിരുന്നെങ്കിൽ അതാണ് ജൂലൈയിൽ ഇറങ്ങാൻ പോകുന്ന പുതിയ നത്തിങ്ങിന്റെ സബ് ബ്രാൻഡായ CMFന്റെ ഭാഗത്തു നിന്നും വരുന്ന ആദ്യത്തെ ബഡ്ജറ്റ് ഫോൺ. മറ്റേ CMF നമ്മുടെ സ്മാർട്ട് വാച്ച്, അതേപോലെ തിളങ്ങുന്ന ഓറഞ്ചിലുള്ള ഇയർഫോൺ ഒക്കെ ഇറക്കി. യെസ്, അവരുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോൺ വരുന്നു. സോ ഈ ഒരു സ്മാർട്ട് ഫോണിൽ എന്തൊക്കെയാണുള്ളത്? ഓൾറെഡി ഉമ്മാര് ട്വിറ്ററിലൊക്കെ ടീസ് തുടങ്ങിയായിരുന്നു. സത്യം പറയാതെ ആ ടീസ് ഞാൻ ആദ്യം കണ്ടപ്പോൾ ഫസ്റ്റ് വിചാരിച്ചത് ഇത് മറ്റേ റാബിറ്റ് R1 ആണെന്നാണ്. അല്ലെ, ആ ഒരു റാബിറ്റ് R1ന്റെ ആ ഒരു സെയിം ആ ഒരു ഓറഞ്ച് കളർ സൈഡിൽ ആ ഒരു കറക്കുന്ന ഡയൽ. പക്ഷെ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ ഒരു വെറൈറ്റി ആണല്ലോ. ഒരു ഫോണിന്റെ താഴെ മറ്റേ ഡയൽ, ഈ വോളിയൊക്കെ കൺട്രോൾ ചെയ്യാൻ, സീക്ക് ചെയ്യാനായിട്ട്, ക്യാമറ ഫോക്കസ് ചെയ്യാൻ, ഇതിനൊക്കെ യൂസ്ഫുൾ ആയിരിക്കും ഒരു ഡയൽ ആണ്. പക്ഷെ അത് ഡയലൊന്നും അല്ല. സംഭവത്തിന്റെ ബാക്ക് സൈഡ് ഫിനിഷ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വീഗൻ ലെതറിലാണ് വരുന്നത്. എനിക്ക് ആക്ച്വലി റേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ ഇറങ്ങിയ സാംസങ്ങിന്റെ F55 അങ്ങനെ പ്രൊമോഷൻ നടത്തിയ ഫോണാണ്. ഇല്ല, ഞാൻ എന്റെ വീഡിയോ ചെയ്തില്ല, കുറെ സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. അത് അപ്ഡേറ്റ് വഴി ഫിക്സ് ചെയ്യുന്നില്ല അവർ. സോ doesn't make any sense to do a video. Well, അതിന്റെ ബാക്ക് പോലെയാണ് ഇതിന്റെ ബാക്ക് സൈഡ് മെറ്റീരിയൽ. ഓറഞ്ചിൽ മാത്രമല്ല വൈറ്റ് കളറിലും ബ്ലാക്ക് കളറിലും വരുന്നുണ്ടെന്ന് പറയുന്നു. റെൻഡേഴ്സ് കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് മറ്റേ പഴയ ഒരു ഐഫോണിന്റെ ഒരു നോസ്റ്റു ഐഫോൺ, നമ്മുടെ ഫസ്റ്റ് iPhone 3 അല്ലെങ്കിൽ ഇപ്പോൾ മറ്റേ iPhone SE, iPhone XR എന്തൊക്കെ ഒരു മിക്സ്. എന്നാൽ നത്തിങ് ഫോൺ അപേക്ഷിച്ച് CMFന്റെ ഫോണിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ പുറകിൽ ലൈറ്റ് കത്തില്ല. ഐ മീൻ ദി ഫ്ലാഷ് ഒക്കെ ഉണ്ട്, ബട്ട് ഗ്ലിഫ് ലൈറ്റ് ഇല്ല. സൈഡിൽ കാണുന്ന ആ ഒരു ഡയൽ ഞാൻ പറഞ്ഞ പോലെ ഡയലല്ല, ഈ നത്തിങ് ഇയർഫോണിൽ കണ്ട പോലെ ലാൻയാർഡ് തൂക്കില്ല, നമ്മുടെ തൂക്കിയിട്ട് കിടക്കാനായിട്ട്. യെസ്, നിങ്ങളുടെ ഫോൺ കുറച്ചുകൂടി നല്ല രീതിയിൽ തൂക്കിയിട്ട് കിടക്കാനായിട്ട് ഈ ഒരു സാധനം യൂസ്ഫുൾ ആവും. വെൽ, ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്? നത്തിങ്ങിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് പ്രൈസിന് ഉള്ള ഒരു സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ അതിനൊത്ത ഹൈ എൻഡ് ഹാർഡ്വെയർ കൊടുക്കുന്ന പരിപാടി ഇല്ല. യെസ്, ഐ നോ, ഇവിടെയും ആ ഒരു ഹൈ എൻഡ് ഹാർഡ്വെയർ കൊടുക്കുന്ന പരിപാടി ഉണ്ടാവില്ല. 6.1 ഇഞ്ചിന്റെ ഒരു സൈസ് ആയിരിക്കും. ബട്ട് LCD ഡിസ്പ്ലേ ആയിരിക്കും വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റുള്ള 6GB റാം, 120GB സ്റ്റോറേജ്, 6GB റാം, 256GB സ്റ്റോറേജ്. 2 വേരിയൻസ് ഉണ്ട്, UFS 2.2. ഫ്രണ്ടിൽ 16 മെഗാപിക്സലിലെ സെൽഫി ക്യാമറ, ഉള്ളിൽ വരുന്ന പ്രോസസർ സ്നാപ്ഡ്രാഗൺ അല്ല, Dimensity 7200. ബാക്ക് ക്യാമറയുടെ കാര്യത്തിൽ റെൻഡർ പ്രകാരം ഒരൊറ്റ ക്യാമറയെ വരുന്നുള്ളൂ. ആൻഡ് അതൊരു 50 മെഗാപിക്സലിലെ നമ്മുടെ നത്തിങ്ങിന്റെ 50 മെഗാപിക്സലിന്റെ ആ ഒരു ലൈനപ്പ് തന്നെ ആയിരിക്കും. എക്സ്ട്രാ വരുന്ന അൾട്രാ വൈഡ് ക്യാമറ ഉണ്ടാവില്ല. ആൻഡ് അവർക്ക് ഈ മാക്രോ ക്യാമറയോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അതും ഡെപ്തും കാര്യങ്ങളൊന്നും വരില്ല. സോ I സൈഡ് നമ്മുടെ iPhone XR ഒക്കെ ഒരു രീതിയിലേക്കാവും. ഐ മീൻ ക്യാമറ മാത്രമുണ്ട്, ബാറ്ററി അതുപോലെ പരിതാപകരമായിരിക്കില്ല. 5000 mAh ബാറ്ററി വരുന്നുണ്ട്, 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്, പ്ലസ് ഫ്രണ്ട് ഡിസ്പ്ലേ ഗോറില്ല ഗ്ലാസ് 5 ആയിരിക്കും. പക്ഷേ ഇതിനകത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നത്തിങ് ഫോണിലെ പോലെ നത്തിങ് ഫോണിലെ പോലെ നത്തിങ് OS ആയിരിക്കുമെങ്കിലും നത്തിങ് OSന്റെ ഒരു ലൈറ്റ് വെർഷൻ ആയിരുന്നു. ലൈറ്റ് വെർഷൻ എന്ന് വെച്ചാൽ ഇപ്പൊ എന്താ എക്സാമ്പിൾ വരിക, നമ്മുടെ സാംസങ്ങിന്റെ 1UI 1UI കോറും കണ്ടു കഴിഞ്ഞാൽ 1UI തന്നെ ആയിരിക്കും, പക്ഷെ കുറെ ഫീച്ചേഴ്സ് മിസ്സിംഗ് ആയിട്ടില്ല. അതേപോലെ നത്തിങ് OS തന്നെ ആയിരിക്കും, പക്ഷെ കുറച്ച് ഫീച്ചേഴ്സ് മിസ്സിംഗ്. വെൽ, ഒരു കാര്യം എനിക്ക് ഡൗട്ടാണ്, അതായത് ഈ ഒരു ബഡ്ജറ്റ് സെഗ്മെന്റ് ആയതുകൊണ്ട് ഈവൻ ക്ലീൻ UI തരുന്ന മോട്ടോറോള പോലും ബഡ്ജറ്റ് സെഗ്മെന്റിൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസും റെക്കമെൻഡേഷൻസ് ഒക്കെ തരുന്നുണ്ട്. നത്തിങ് ഇതേപോലെ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനോ ആഡ്സോ ബ്ലോട്ട്വെയർസോ കൊണ്ട് കയറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ട് ഉണ്ട്. ബട്ട് 99% ക്ലീൻ UI ആയിരിക്കും, അതായിരിക്കും ഇവരുടെ സെല്ലിംഗ് പോയിന്റ്. OSലൂടെ ആയിരിക്കും എന്നാണ് പറയുന്നത്. വെൽ, ജൂലൈയിലാണ് ലോഞ്ച് ആവാനായിട്ട് പോകുന്നത്. ഐ തിങ്ക് ജൂലൈ 13th സംതിങ് ആണ് ഇതിന്റെ ലോഞ്ച് ഡേറ്റ് ആസ് ഓഫ് നൗ. വെൽ, കാണാമല്ലോ, കാൽപ്പയല്ലേ വരുന്ന ദിവസങ്ങളിൽ ട്വിറ്ററിൽ 1, 2, 3 സാധനങ്ങളൊക്കെ ഇട്ട് ലീക്കാക്കിക്കൊണ്ടേയിരിക്കും. മേ ബി ഈവന്റ് അവരുടെ ഈ ഒരു ഫോൺ CMF ഫോണിൽ ഷൂട്ട് ചെയ്ത്
അത് ഇവൻ്റായിട്ട് വെക്കുന്ന പരിപാടിയൊക്കെ നടത്തും. ഐ മീൻ കാൽപ്പയുടെ കാര്യമൊന്നും പറയാൻ പറ്റില്ല. നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു വലിയ ഫോൺ കമ്പനിയുടെ മുതലാളി വന്നിട്ട് യൂട്യൂബിൽ ഇരുന്ന് മറ്റ് ഫോണുകൾ മേടിച്ചിട്ട് അത് റിവ്യൂ ചെയ്യുന്ന പരിപാടി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഗൈസ്, ടിമ്മണ്ണൻ ഈ സാധനം റിവ്യൂ ചെയ്തൊക്കെ ഉണ്ടാവും. അടിപൊളി വീഡിയോ ആയിരിക്കും. വരുന്ന കാലങ്ങളിൽ നമുക്ക് AI കൊണ്ട് അങ്ങനത്തെ വീഡിയോ ഒക്കെ ഉണ്ടാക്കിപ്പിക്കാൻ പറ്റുമായിരിക്കും. വെൽ ഗൈസ്, ഇതാണ് നമ്മുടെ നത്തിങ്ങിൻ്റെ CMFൻ്റെ ആദ്യത്തെ ഫോൺ. ഇതൊക്കെയാണ് ലീക്ക്ഡ്, റൂമേഡ് ആൻഡ് കുറച്ചൊക്കെ കൺഫേംഡ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ. ബട്ട് സാധനം വരുന്നുണ്ട്. യെസ്, അപ്പോൾ അത്രയേ ഉള്ളൂ. ആൻഡ് വിവോയുടെ മടക്കുന്ന വിവോ ഫോൾഡ് അവിടെ ഇരിപ്പുണ്ട്. ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ചാട്ടി കയറി വീഡിയോ ഇടാൻ വയ്യ, കാരണം കുറച്ച് ഐ മീൻ ഒരു 2-3 ദിവസം കഴിയട്ടെ. ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഇടാം. കാരണം ഫസ്റ്റ് ചറ കുറേ വീഡിയോസ് വന്നിട്ടുണ്ട്. 1-2 രൂപയൊന്നുമല്ല, 1.5 ലക്ഷം രൂപ മുടക്കുന്നതല്ലേ. യെസ് ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.